നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 706th day. Today 25th sloka of Pradhamaskandam 6th chapter. For details please see the description box. ഗീതാസ് ഭക്തി ഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം ഇന്ന് 706 ദിവസം. പ്രഥമസ്കന്ധത്തിലെ 6ാമത്തെ അധ്യായത്തിലെ 25ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ. കൃഷ്ണം വന്ദേ വ്രജപ്രിയം. കൃഷ്ണം ദ്വൈപായനം വന്ദേ. കൃഷ്ണം വന്ദേ പൃഥാസുതം. ശ്രീപരമാനന്ദനാഥനായ അദ്വൈതദീപമായി മോക്ഷേക്ഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതം പ്രഥമസ്കന്ധത്തിലെ 6ാമത്തെ അധ്യായത്തിലെ 25ാമത്തെ ശ്ലോകം. മതിർമയീ നിബദ്ധേയം ന വിബധ്യേത കർഹിചിത് പ്രജാസർഗനിരോധേഭി സ്മൃതിശ്ച മദനുഗ്രഹാത്. ഓം തത്സത്. മതിർമയീ നിബദ്ധേയം ന വിബധ്യേത കർഹിചിത് പ്രജാസർഗനിരോധേഭി സ്മൃതിശ്ച മദനുഗ്രഹാത്. ഓം തത്സത്. മതി മയി നിബദ്ധേയം ന വിബധ്യേത കർഹിചിത് പ്രജാസർഗനിരോധേ അഭി സ്മൃതിശ്ച മത് അനുഗ്രഹാത്. അങ്ങനെയാണ് മദനുഗ്രഹാത്. മദനുഗ്രഹാത് പിരിക്കേണ്ട ആവശ്യമില്ല, അങ്ങനെ തന്നെ പറയണം. ഇങ്ങനെയാണ് പദം പിരിക്കേണ്ടത്. മയി എന്നിൽ, മതി യം മതി. നിബദ്ധേയം എന്നുള്ളത് നിബദ്ധ യം എന്നാണ് പാരായണം ചെയ്യേണ്ടത്. മതി മയി നിബദ്ധ ഇയം ന വിബദ്ധേത കർഹിചിത്. മതി എന്ന് പറഞ്ഞാൽ ബുദ്ധി, ഇയം മതി എന്ന് പറഞ്ഞാൽ ഈ ബുദ്ധി, മയി എന്നിൽ, നിബദ്ധ ഉറച്ചതായ, കർഹിചിത് ഒരു കാലത്തും, ന വിബധ്യേത നശിക്കയില്ല, മദനുഗ്രഹാത് എൻ്റെ അനുഗ്രഹം ഹേതുവായിട്ട്, പ്രജാസർഗനിരോധേ അഭി പ്രളയകാലത്തിലും, സ്മൃതി ച ഓർമ്മ നശിക്കുകയില്ല. സ്മൃതി എന്ന് പറഞ്ഞാൽ ഓർമ്മ, ച നശിക്കുകയില്ല. അതായത് ഭഗവാനിൽ ഉറച്ചതായിട്ടുള്ള ഈ ബുദ്ധി, ഭഗവാനിൽ തന്നെ ലയിച്ചിട്ടുള്ളതായിട്ടുള്ള ആ നാരദരുടെ ആ ബുദ്ധി ഒരു കാലത്തും നശിക്കയില്ല. ഭഗവാന്റെ ആ അശരീരി വാക്ക് പറയുകയാണ്, എന്നിൽ ഉറപ്പിച്ചിട്ടുള്ള നിൻ്റെ ഈ ബുദ്ധി ഒരിക്കലും നശിക്കുകയില്ല. പ്രളയകാലത്ത് പോലും ഈ ഓർമ്മ നശിക്കുകയില്ല നിനക്ക്. അതായത് ഈ ലോകം നശിച്ച് അടുത്ത ലോകം, ഈ പ്രളയം വന്ന് ഈ ലോകം മുഴുവൻ നശിച്ച് വീണ്ടും സൃഷ്ടി ഉണ്ടാകുമ്പോഴും നിൻ്റെ ഈ ഓർമ്മ നശിക്കുകയില്ല, അത് എന്നും നിലനിൽക്കും എന്ന് പറയുകയാണ്. അതായത് ഭഗവാനിൽ ബന്ധിച്ച ഭാവത്തിനും ഭക്തിക്കും ഒരു കാലത്തും ആ സൂക്ഷ്മ ശരീരത്തിന് നഷ്ടം സംഭവിക്കുകയില്ല. ഈ ജന്മത്തിൽ ഉണ്ടാക്കുന്ന എല്ലാ ഭൗതികമായിട്ടുള്ള സ്വത്തുക്കളും കർമ്മങ്ങളും എല്ലാം മറ്റുള്ളതും എല്ലാം ക്ഷയിക്കും. കർമ്മത്തിൻ്റെ ഫലം കൂടി ഭഗവാൻ ഭജനത്താൽ നമുക്ക് ക്ഷയിച്ചു വരും. മറ്റുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് പ്രവൃത്തി കൊണ്ട് ക്ഷയിപ്പിക്കാമെങ്കിലും എല്ലാം നശിക്കുമെങ്കിലും ഒരു കാലത്തും ഭഗവത് ഭജനത്തിൻ്റെ ഫലം, ഭഗവാനെ ഓർമ്മിച്ച് ഭഗവാനിൽ തന്നെ ലയിച്ചതിൻ്റെ, ഭഗവാനെ ഓർമ്മിക്കുന്നതിൻ്റെ ഫലം അത് അങ്ങനെ തന്നെ നിലനിൽക്കും. അത് ബാങ്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്ന മാതിരി എപ്രകാരമാണോ നമ്മുടെ പൈസ നമ്മൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്ത് വെച്ചാൽ അങ്ങനെ തന്നെ നിലനിൽക്കുന്നത്, കൂടുന്നതല്ലാതെ കുറയുകയില്ല എന്ന് പറയുന്നത് പോലെ ഭഗവാനിൽ നിശ്ചലമായിട്ടുള്ള അല്ല ഭഗവാനിൽ ഉറപ്പിച്ചിട്ടുള്ള ആ ബുദ്ധി ഒരിക്കലും, ആ ഓർമ്മ ഒരിക്കലും നശിക്കില്ല. ഇത് പുനർജന്മങ്ങളിലും വീണ്ടും വീണ്ടും നമുക്ക്
കൂടുതലായിട്ട് ഉണ്ടാക്കുവാൻ സാധിക്കും എന്നാണ്, അതോടുകൂടി ചേർന്ന് കൂടുതലായിട്ട് ഉണ്ടാകാൻ സാധിക്കും എന്നാണ് ഈ ശ്ലോകത്തിലൂടെ ഭഗവാൻ പറയുന്നത്. ഭഗവാന്റെ ഉറപ്പിച്ചിരിക്കുന്ന ഭാവത്തിനും ഓർമ്മയ്ക്കും ഈ ലോകം മുഴുവൻ നശിച്ചാലും ആ ഭാവത്തിന് നാശം ഉണ്ടാവുകയില്ല എന്ന് ഉറപ്പിച്ച് പറയുകയാണ് ഈ അശരീരി. നാരദരാകുന്ന കുട്ടിക്ക് കേൾക്കുന്ന അശരീരിയാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. ശ്ലോകം ഒരിക്കൽ കൂടി. മതിർമയീ നിബദ്ധേയം ന വിബദ്ധേത കർഹിചിത് പ്രജാസർഗനിരോധേഭി സ്മൃതിശ്ച മദനുഗ്രഹാത്. ഇങ്ങനെ സംഭവിക്കുന്നത് ആ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ്. ഭഗവാനിൽ നാം ഭക്തി കാണിച്ചാൽ ഭഗവാൻ നമ്മെ അനുഗ്രഹിക്കും. ആ അനുഗ്രഹം കൊണ്ട് തന്നെ നമ്മുടെ ഈ ഭക്തിക്ക് ഒരു കാലത്തും പ്രളയകാലത്തു പോലും നാശം സംഭവിക്കുകയില്ല എന്ന് പറഞ്ഞു തരികയാണ്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവത് സമക്ഷം ഈ ശ്ലോകം സമർപ്പിക്കുന്നു ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.